അതേ, സ്പോൺസർ മുതുകാടാണ്. അതെ അതെ. അയ്യോ, സ്വാധീനം ഉണ്ടെങ്കിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കഴിവുള്ളവർ ഒരുപാട് പേര് വാതിലിൻ്റെ പുറത്ത് കാത്തിരിക്കുകയല്ലേ. അവർ കയറി വരുമ്പോഴേ കൊണ്ടുവരാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഒരിക്കൽ വിളിക്കൂ, ഇവിടെ ഇന്റർവ്യൂ നടക്കുകയാണ്. ഓക്കെടാ. സാറേ, ആ, ഇവിടെ ഈ ഗൾഫിനൊക്കെ കൊണ്ടുപോകുന്നേ? ഗൾഫിൽ കൊണ്ടുപോകുന്നത് ഇവിടെയാണ്, പക്ഷെ കഴിവ് വേണം. വേണം. എൻ്റെ ഒരുപാടുണ്ട് സാറേ. നിനക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സമയമില്ല, പുറത്ത് ഒരുപാട് പേര് നിൽക്കുകയല്ലേ. പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ട് നിന്നെ കൊണ്ടുപോകണം. ആയിക്കോട്ടെ സാറേ, ഞാൻ എന്ത് ചെയ്യും? നീ എന്തും ചെയ്യും. നീ എന്തും ചെയ്യുന്ന പറഞ്ഞാൽ നീ എന്തും ചെയ്യും. എന്താ മിമിക്രി ചെയ്യാം? മിമിക്രിയിൽ നീ ചെയ്യും. മിമിക്രിയിൽ നീ എന്തും ചെയ്യും എന്നൊക്കെ പറയുന്ന കേട്ടതൊന്നും നീ യേശുദാസിനെ വരെ ചെയ്യുമെന്ന്. യേശുദാസിനെ ചെയ്യാം. യേശുദാസിനെ നീ ചെയ്യും? ഞാൻ ചെയ്യാം. അങ്ങനെയാണ് നീ ഒന്ന് ചെയ്ത് കേട്ട് നോക്കട്ടെ. സാറ് കേട്ടോ? ആ, യേശുദാസ് ഒക്കെ വെറൈറ്റിയാ, കുഴപ്പമില്ല. മലയാള സിനിമയിൽ ഞാനും ദേവരാജ മാഷും, ശരിക്കും ദേവരാജ മാഷെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗുരുവാണ് അദ്ദേഹം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ഈശ്വരൻ, ജഗദീശ്വരൻ്റെ കടാക്ഷത്തോടെ ആലപിച്ചൊരു ഗാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഗുരുദേവ കീർത്തനാണ്. അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈശ്വരൻ, ജഗദീശ്വരൻ നമുക്കെല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് സാറേ? അടിപൊളിയാണ്, നീ മെടുക്കാനാണ്. നിനക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇനി നീ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യോ? ഇതുപോലുള്ള എം ജി ശ്രീകുമാർ പിന്നെ ഗായകൻ ശ്രീകുമാർ. ആ, എനിക്കറിയാം എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. അതെ, അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. നീ അതൊക്കെ കേൾക്കട്ടെ. യേശുദാസിന് ഞാൻ 100 മാർക്കും തന്നു. എം ജി ശ്രീകുമാറിന് ഒരു 80 മേടിച്ചാൽ നിന്നെ കൊണ്ടുവന്ന കാര്യം ഞാൻ പരിഗണിക്കാം. മതി. ഓക്കെ, എല്ലാവരും കൂടെ ഒത്തു പിടിച്ചാലേ നമുക്ക് കൊണ്ടുപോരെ. എങ്ങനെ? മാന്യ പ്രേക്ഷകർക്ക് തരികിട മജലിസിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ മത്സരത്തിൽ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വളരെ വലിയൊരു തുകയാണ്. ആ തുക കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണ് നിറയും. തുക എത്രയാണെന്നല്ലേ? 2000 rupees, 1,000 രൂപ. കൊള്ളാടാ. നീ മരുഭൂമി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കാണാൻ കിടക്കുന്നതേ ഉള്ളു കേട്ടോ. നല്ല കഴിവുണ്ട്. പോണം. അവസാനം എന്തോ 2000 കാര്യം പറഞ്ഞു തരാനുള്ളതാണോ? അല്ല, അവര് പറഞ്ഞത് അദ്ദേഹത്തിനാണ്. ഇനി മോൻ എന്താ മോനെ വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത്? ഇനിയിപ്പോ വെറൈറ്റി ആയിട്ട് ഞാൻ ഈ ഡയറക്ടേഴ്സിനൊക്കെ ചെയ്യാം. ഡയറക്ടേഴ്സ്. ഞാൻ പണ്ട് ഒരു 5 തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിദ്ദിഖ് ലാലിനെയൊക്കെ ഞാനാണ് ഫസ്റ്റ് ട്രിപ്പ് കൊണ്ടുപോയത്. അവരെ കൊണ്ടുപോയി. അപ്പൊ അവരെന്തായാലും പറഞ്ഞായിരുന്നു. അവര് പറഞ്ഞോന്നോ? പരിപാടി കഴിഞ്ഞതും എന്നെ ഭിത്തി ചാരി നിർത്തിട്ട് കാശുതാടാ അതല്ല, അവർ ഈ പ്രേക്ഷകരോടായിട്ട് എന്തെങ്കിലും പറഞ്ഞോന്നാ ചോദിച്ചത്. പേഴ്സണലായിട്ട് ഒന്നും പറഞ്ഞില്ല, ഞാൻ സംസാരിക്കാൻ പറ്റില്ല, ഞാൻ പാമ്പായി പോയി. എന്നാൽ അവർ ഈ പ്രേക്ഷകരോട് വേദിയിൽ നിന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. സിദ്ദിഖും ലാലും രണ്ടുപേരുടെ ശബ്ദം നീ കാണിക്കും. രണ്ടുപേരെ ശബ്ദം കേൾപ്പിക്കാം. എന്നാ രണ്ടുപേരും. ആദ്യമായി സിദ്ദിഖ്. ഞാനും അൻസാറും കലാഭവൻ റഹ്മാനും വർഗീസേട്ടനുമൊക്കെ അന്ന് കലാഭവനിൽ മിമിക്രി കളിച്ചിരുന്ന ആ സമയത്ത് കേവലം 2 വർഷം മാത്രം മുൻപോട്ട് പോകും എന്ന് കരുതിയിരുന്ന ആ ഒരു സമയത്ത് ഇന്നത് വളർന്ന് വലുതായി ഒരു വടവൃക്ഷമായി മാറിയിരിക്കുന്ന ഈ സമയത്ത് എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കുണ്ടാകും എന്നെനിക്കറിയാം. ഞാൻ മൈക്ക് ലാലിന് കൈമാറുന്നു. ലാല് സിദ്ദിഖ് പറഞ്ഞ പോലെ അന്ന് കലാഭവന്റെ മെമിക്രിന്ന് സിനിമാ ലോകത്തെത്തിയപ്പോൾ ഒടുങ്ങുന്ന ഗ്ലാമറായിപ്പോയി ഞങ്ങൾക്ക്. പിന്നീട് ഒരുപാട് സിനിമയും ചെയ്തു. നിങ്ങളെല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നും നിങ്ങളുടെ പ്രാർത്ഥനയും ഈ ഒടുക്കത്തെ ഗ്ലാമർ മാത്രമാണ് എനിക്ക് സിനിമയെ പിടിച്ചെടുക്കാനുള്ള മാർഗം. നന്ദി, നമസ്കാരം. കൊള്ളാടാ, നീ മെടുക്കനാ. അതെയല്ലേ? പണ്ടത്തെ ഇടി എന്റെ മനസ്സിൽ കൂടെ കയറി ഇറങ്ങിയങ്ങ് പോയി. അപ്പൊ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ഏകദേശം ഒക്കെ തീരുമാനമായിട്ടുണ്ട്. അല്ല, ഇനി ഒരു സംഭവം ഉണ്ട്. അതായത് മധുവിന്റെ 2 ശബ്ദം കേൾപ്പിക്കാം. മധുവിധുവിന്റെയോ? മധുവിധുവല്ല, മധുസാറില്ലേ നമ്മുടെ. ആ, അത് 2 കേൾപ്പിക്കോ? നീ അത്ര വെറൈറ്റി ആയിട്ട് നീ മധുവിനെ കാണിക്കുവാണെങ്കിൽ ആ മധുവിനെ ഇറക്കി വിടും. മധുവിന് 2 വോയിസ് കേൾപ്പിക്കാം. 2 വോയിസ്, പഴയ മധുവും പുതിയ മധു. പഴയ മധു, പുതിയ മധു. അതായത് രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന ചിത്രത്തിലെ പഴയ മധുവിൽ തുടങ്ങാം. ആ പഴയ മധു നോക്കട്ടെ. പഴയ മധു കേട്ടോ. കരുത്തമ്മ, എന്നോട് പിണക്കമാണോ കരുത്തമ്മ? കരുത്തമ്മ പോയാലും ഞാൻ ഈ കടപ്പുറത്ത് കൂടി പാടി പാടി നടക്കും. ഒരിക്കൽ ചങ്ക് പൊട്ടി ചത്തുപോകും കരുത്തമ്മ. കരുത്തമ്മ, നിങ്ങൾ വള്ളവും വലയും വാങ്ങിച്ചാൽ മീനല്ലേ എനിക്കല്ലേ കരുത്തമ്മ? കരുത്തമ്മ പോകാതെ കരുത്തമ്മ. ഇത് പഴയ മധു. ഇനി പുതിയ മധു, ഇപ്പോഴത്തെ മധു കേട്ടോ. മണിമംഗലത്ത് മാധവമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിന്റെ അച്ഛൻ കണ്ടംകൊളുത്തി കോരയടക്കം എല്ലാവരും വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്രമാനെ നിന്നെ കാത്തുസൂക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉള്ളടാ. അങ്ങനെയുള്ള എന്നെയാണ് കൊല്ലേണ്ടത്. എങ്കിൽ വെക്കടാ വെടി. നിന്റെ കൈ വിറയ്ക്കുന്നില്ലെങ്കിൽ വെക്കാൻ. അദ്രമാനെ ഞാനൊരു തമാശ പറഞ്ഞല്ലേടാ. എങ്ങനെയാണ് സാറേ? നിന്നെ എനിക്ക് അങ്ങോട്ട് പേടിച്ചു കേട്ടോ. അതെ അല്ലേ? ഹലോ, കേട്ടില്ലേ? മധു കേട്ടില്ലേ? ചെറുക്കനെ കൊണ്ട് ഉണ്ട്. ഞാനിപ്പോൾ അന്വേഷിച്ചിട്ട് അവൻ്റെ ഒരു നല്ല ഫോട്ടോ മേടിച്ച് അങ്ങോട്ട് ഫാക്സ് ചെയ്തേക്കാം. ഓക്കെ മോനെ, നിന്റെ കാര്യമൊക്കെ ഏകദേശം 90% ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ ആയോ? എൻ്റെ ഒരാളുടെ ശ്രമം കൊണ്ട് നിന്റെ കാര്യം ഓക്കെയാണ്. പിന്നെ നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ? പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ബസ്സിലൊക്കെ കൊടുക്കുന്ന ഈ കൺസെഷൻകാരല്ലേ? കൺസെഷൻ കാർഡല്ല, പാസ്പോർട്ട്. ഗൾഫിൽ പോണേ പാസ്പോർട്ട് വേണം. ST കാർഡ്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ് അല്ലേ, ഗൾഫിൽ പരിപാടിക്ക് പോകാനായിട്ട്. മോനൊരു കാര്യം ചെയ്യ്, വീട്ടിൽ ചെന്ന് അമ്മയോടും അച്ഛനോടൊക്കെ പറഞ്ഞിട്ട് അല്ലെ കുപ്പിപ്പാലൊക്കെ കിട്ടും, മേടിച്ച് പാലൊക്കെ കുടിച്ച് കിടന്നുറങ്ങാം. നീ നന്നായിട്ട് മിമിക്രി കാണിക്കുന്നുണ്ട്, നിനക്കൊരു പാസ്പോർട്ട് എടുത്ത് വെക്കാൻ പാടില്ലേ? ഇറങ്ങിപ്പോ ചെല്ല്. പിള്ളേരുടെ വിചാരം ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തിന്റെ അപ്പുറത്തെങ്ങാണ്ടാന്ന്. പാസ്പോർട്ട് എടുക്കാതെ ഗൾഫ് പരിപാടിക്ക് വേണ്ടി വരും. നല്ല കലാകാരനാണ്, പക്ഷെ പറഞ്ഞിട്ടുണ്ട് അവന് പാസ്പോർട്ട് ഇല്ല. ഹലോ, ഞാനിവിടെ എത്തി കേട്ടോ. മിനിഞ്ഞാന്നെത്തി. യാത്രയൊക്കെ സുഖമായിരുന്നു. ഇവിടെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് പിള്ളേരെ ഇന്റർവ്യൂ ചെയ്തു. കഴിവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. ഏതായാലും പ്രോഗ്രാം നടത്തിയിരിക്കും. 27-ാം തീയതി എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു അപ്പീലും ഇല്ല. എൻ്റെ പ്രോഗ്രാമുകൾ അറിയാലോ, പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ കറക്റ്റ് ആയിരിക്കും. കൃത്യമായിട്ട് പിള്ളേരെയും കൊണ്ട് ഞാൻ അവിടെ എത്തും. 26-ാം തീയതി ഞങ്ങൾ വണ്ടി കയറും. ഇഷ്ടം പോലെ മിമിക്രിക്കാരുണ്ട്. മിമിക്രി ഉണ്ട്, സിനിമാറ്റിക് ഡാൻസ് ഉണ്ട്, കരോക്കെ ഗാനമേളയുണ്ട്, ഫർണിച്ചർ ഗാനമേളയുണ്ട്. എല്ലാം കൊണ്ടും ഗൾഫിനെ നമുക്ക് കിടിലം കൊള്ളിക്കണം. അതാണ് എൻ്റെ ഒരേ ഒരു ലക്ഷ്യം. പിന്നെ നമുക്ക് അവിടെ പ്രോഗ്രാമിന് മറ്റേ പയ്യനെ കിട്ടുമോ? ഏതാ ഞാൻ പറയാം, ഒരു 1-2 പടത്തിലൊക്കെ പാടിയിട്ടുണ്ട്, താടിയൊക്കെ ഉള്ളൊരു പയ്യൻ. അത് തന്നെ, യേശുദാസ്. അദ്ദേഹത്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ അവിടെ മാർക്കറ്റ് ഉണ്ടോ? അദ്ദേഹത്തോട് പറ, മെയിൻ സ്പോൺസറാണ് വിളിക്കുന്നത്. നമ്മുടെ പോയാൽ നമുക്ക് രക്ഷപ്പെടുത്താം, ചാൻസ് ഉണ്ട്. റിമി ടോമിയെ വെച്ചാൽ സിനിമാറ്റിക് ഡാൻസും ഗാനമേള ഒന്നിച്ച് നടക്കുമെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? ഒട്ടത്തിനെ കാണാൻ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ വരാം. ഒരു കാര്യം ചെയ്യൂ, ഞാനിവിടെ കുറച്ച് പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവരുടെ കഴിവുകൾ നല്ലതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ. നമസ്കാരം ചേട്ടാ. പുടുകുടാച്ചി. അതുകൊള്ളാം ചേട്ടാ. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ടി-വിയിലേ കണ്ടിട്ടുള്ളൂ. അരണ്യോ? ചേട്ടനെയല്ല, ബോക്സിങ്. ചേട്ടാ, എനിക്ക് ചേട്ടനെയും ബോക്സിങ്ങിനെ കുറിച്ച് ചില സംശയങ്ങളുണ്ട്. ഇത് ഒരു കാര്യം ഞാൻ പറയാം. എന്നെയും ബോക്സിങ്ങിനെ പറ്റി പല അപവാദങ്ങൾ ഈ നാട്ടുകാർ പറഞ്ഞു വരുന്നുണ്ട്. അത് കേട്ടോണ്ട് നീ എന്നോട് ചോദിക്കാൻ പറ്റും, ഈ ചേട്ടൻ എന്താ പറയുന്നത് എന്ന് പറഞ്ഞാടെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ബോക്സിങ്ങും ഇവിടെ കിടക്കുന്ന ഞാനും തമ്മിൽ എന്താ ബന്ധം? അയ്യോ ചേട്ടാ, അതല്ല. ഞാൻ ചേട്ടനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു വിരോധവും ഇല്ല. അതെ, ഞാൻ എന്തെങ്കിലും ഉത്തരം പറയുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഒരു വിരോധവും ഇല്ല. അത് മതി. താങ്ക് യു. പുടുപുടാച്ചി. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരു മിനിറ്റ്. എന്താ ചേട്ടാ? അതേട്ടാ, എനിക്ക് വാമായിരിക്കണം എപ്പോഴും. അത് ശരി, ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ഈ ബോക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മണി മുഴങ്ങുന്ന ശബ്ദം കേൾക്കാറുണ്ട്. അതെന്താണെന്നാണ് എനിക്കറിയേണ്ടത്. ഈ മണി മുഴങ്ങുന്നത് എന്തിനാണെന്നാണ് എനിക്കറിയേണ്ടത്. അതായത് ആ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം അടുത്തു എന്നുള്ള മണിയാണ്. അതിനാണ് മരണമണി എന്ന് പറയുന്നത്. ഓക്കെ ഏട്ടാ. അപ്പൊ അത് തുടങ്ങുമ്പോഴല്ലേ? പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ മണി ഇങ്ങനെ മുഴങ്ങാറുണ്ടല്ലോ, അതെന്താ കാര്യം? അതിപ്പോ 10 പേര് കൂടുന്ന സ്ഥലമല്ലേ. അപ്പൊ അവിടെ നിന്ന് ഐസ്ക്രീം കച്ചവടക്കാര്, കപ്പലിൽ കച്ചവടം, ഇവരിങ്ങനെ മണിയടിച്ചാണല്ലോ മറ്റുള്ളവരെ മണിയടിച്ചാണല്ലോ ജീവിക്കുന്നത്. നമ്മളുടെ മരണമണി മുടങ്ങുമ്പോൾ അവർ ജീവിതത്തിന്റെ മണി മുടങ്ങും. അപ്പൊ ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിന് വളവാകത്തുള്ളൂ. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ചേട്ടാ, എനിക്ക് വേറൊരു സംശയം. ഈ ബോക്സിംഗുകാര് പൊതുവെ മൂക്കിന്റെ പാലത്തിട്ട് തന്നെ ഇടിക്കണത്. അതാ ഈ മൂക്കിന്റെ പാലത്തിട്ട് തന്നെ ഇടിക്കുന്നത്. പിന്നെ ആ ഇടി കൊണ്ട് പാമ്പൻ പാലത്തിന്റെ ഭിത്തിയെ കൊണ്ട് ഇടിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ കൈ പോകത്തില്ലേ. അതുകൊണ്ടാണ് നമ്മൾ മൂക്കിന്റെ പാലം നോക്കി ഇടിക്കുന്നത്. അത് ശരി. അതുകൊള്ളല്ലേ. അപ്പൊ ചേട്ടാ ഇങ്ങോട്ട് നോക്കിയാൽ എനിക്ക് വേറെ സംശയമുണ്ട്. അതായത് നമ്മൾ ഈ ബോക്സിംഗ് നടക്കുന്ന സമയത്ത്, ഈ ഇടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചുറ്റും കയറ് കെട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ചേട്ടാ? ബോക്സിംഗ് നടക്കുന്ന സമയത്ത് അത് നമ്മൾ എങ്ങനെങ്കിലും ഇതിനകത്ത് പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇടിച്ച് വശക്കേടാക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ പുറത്തേക്ക് പോകാൻ പാടില്ല. അത് ശരി. ഒന്നെങ്കിൽ നമ്മൾ മരിക്കണം, അല്ലെങ്കിൽ ജയിക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അത് കൊള്ളാം. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം ഇങ്ങോട്ട് നോക്കിയാൽ, നമ്മൾ ഈ ബോക്സിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഈ വായിൽ ഒരു ക്ലിപ്പ് ഇങ്ങനെ പിടിപ്പിക്കാറുണ്ട്, ഈ പല്ലിന് ഇവിടെ ഇങ്ങനെ.
അതിനായിട്ട് ഈ ക്ലിപ്പ് പിടിപ്പിക്കുന്നത്. അതെന്തിനാണ്? ആ ഇതുപോലുള്ള അസഭ്യ വാക്കുകൾ നമ്മൾ അവിടെ പറയാതിരിക്കാൻ വേണ്ടിയാണ് അവർ നമ്മുടെ വായിക്ലിപ്പ് ഇടുന്നത്. മനസ്സിലായോ? ചേട്ടാ എനിക്ക് വേറെ സംശയം. ഈ കയ്യുറ ഉണ്ടല്ലോ, ഈ ബോക്സിംഗ് ഉപയോഗിക്കുന്ന കയ്യുറ, അതെന്താ ഈ കൈയിൽ തന്നെ ഇടുന്നത്? കയ്യുറയല്ലേ, കാലിടാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ കയ്യിലിടുന്നത്. ചേട്ടാ ചേട്ടനാ ഇത്രയും ബോക്സിംഗ് ജീവിതത്തിനിടയിൽ ചേട്ടന് മറക്കാനാവാത്ത സംഭവം എന്താണ് ഉണ്ടായിട്ടുള്ളത്? മറക്കാനാവാത്ത സംഭവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ഓർക്കുന്നില്ല. ഞാൻ ടൈസൺ തമ്മിലൊരു ബോക്സിംഗ് കോമ്പറ്റീഷൻ. ടൈസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈക്ക് ടൈസൺ പയ്യൻ, എന്നിട്ട് മുട്ടയടിച്ച അറിയാം അവനായിട്ടുള്ള മത്സരം നടക്കാനുണ്ട്. അപ്പൊ ഞാനും ഇന്ത്യയിൽ നിന്ന് ഞാനും നമ്മുടെ കോച്ചും കൂടി പോവാ. കൊച്ചിനെ എന്തിനാ കൊണ്ടുപോകണം? വെറുതെ കൊച്ചല്ല, കോച്ച്. അവിടെ ചെന്ന് മത്സരം കൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആദ്യത്തെ റൗണ്ട് എന്നെ ഇടിച്ചു. എന്നെ ഇടിച്ചു. എന്നിട്ട് അപ്പൊ പയ്യനല്ലേ പോട്ടെ, ടൈസൺ നമ്മുടെ പയ്യൻ, നമ്മൾ പോട്ടെ ഒരു കൺസെഷൻ കൊടുത്തു, ക്ഷമിച്ചു. സെക്കൻഡ് റൗണ്ട്, രണ്ടാമത്തെ റൗണ്ട് അവൻ വീണ്ടും എന്നെ ഇടിച്ചു. എന്നിട്ട് ഞാൻ ക്ഷമിച്ചു. സെക്കൻഡ് റൗണ്ടിൽ ക്ഷമിച്ചു. മൂന്നാം റൗണ്ട് ഉണ്ടല്ലോ, മൂന്നാം റൗണ്ട് ആയപ്പോഴത്തേക്ക് പിന്നെ പൂര ഇടിയായിരുന്നു. അറിയാവോ? ആര്? ടൈസൺ എന്നെ. അവസാനം ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ? ഞാനത് ക്ഷമിച്ചു, ഞാൻ വീട്ടിൽ പോകുന്നു. നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കഷ്ടം. പൊടുപിടാച്ചി. അതൊക്കെ കേട്ടെ, ഇത്രയും ചേട്ടൻ ഇടി കൊണ്ടിട്ട് ചേട്ടന്റെ കോച്ച് ഒന്നും പറഞ്ഞില്ലേ? കോച്ച് അവൻ ഞാൻ തോറ്റ നിമിഷത്തിൽ എന്താ ചെയ്തെന്നറിയാവോ? എന്റെ അടുത്തൊന്ന് കാല് മാറി അവൻ ടൈസന്റെ കൂടെ പോയി വെച്ച് പറയാ, ഞാൻ ഇന്ത്യയുടെ കോച്ചല്ല, ഞാൻ ടൈസന്റെ കൂടെ കളി കാണാൻ വന്നതാണെന്ന്. അത് കഷ്ടമായി പോയി. ഓക്കെ, എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കും. ആയിക്കോട്ടെ. ചേട്ടാ ഈ ബോക്സിംഗിൽ ജയിച്ചാൽ ചേട്ടന് സമ്മാനം കിട്ടാറുണ്ടോ? ജയിച്ചാൽ സമ്മാനം കിട്ടും, പക്ഷെ തോറ്റു കഴിഞ്ഞാൽ ഒരു മനസ്സമാധാനവും കിട്ടത്തില്ല. എനിക്ക് എത്ര പ്രാവശ്യം പറ്റിയിട്ടുണ്ട് അങ്ങനെ. അതെല്ലേ? അപ്പൊ എന്റെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. ആയിക്കോട്ടെ. ചേട്ടൻ ഈ ബോക്സിംഗ് ജീവിതത്തിൽ ചേട്ടന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഒളിമ്പിക്സിൽ എനിക്ക് എല്ലാ ഐറ്റത്തിലും പങ്കെടുക്കണം, എല്ലാ ഐറ്റത്തിലും വിജയിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പുടുകുടാച്ചി. And now it's time to the presence of 100 kg powerlifting competition into our state, and it's coming from Nicaragua. The super powerlifting man, he is Mr. Juan Switz from Nicaragua. Great. The 100 kg powerlifting was with the hardest man, and his body muscles are coming into on. Please, sir, he's under he's the toughest under the greasiest person. He's the first trying with the knot. He's got the guideline. He did it. Wonderful, fantastic, and marvelous. Okay, come on, very good. Disgraceful, this is all the correct name for that. Next, the accommodating participant in this competition is from the Super Power Cup. Super, he's in the box in the break. Yeah, so Yamara Johnson is the box with ingredients and some of the diplomacies, the spectacular and demolishing efforts into the foreign of the British or not. He said, I can't believe this. And it is the suppressing capacity. God, using on. What is it? What's that? Because it's carrying on. The most amazing participant of this evening from Kerala. And guys, grand welcome to the participant from Kerala. It's come on, it's a process match. Just come to here is your 100 kg. Please, sir. Here's the match. For the match. He's with the super start.
ഓക്കെ സാറേ. ശരി 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 സാർ. Ladies and gentlemen, we'll start the World Heavyweight Boxing Championship 2005. Ladies and gentlemen, the same time was Mike Tyson from America. Heavyweight Championship. One full kick. This one will get over the next one. Careful. Now this one's going to run us with us. Here. Now, doing it off. Oh, one more. There was him. And now, straight. Wow. That's he's strong. He's well. And the next comes back. The time to us and the time to us and he's ready for the ring World Heavyweight Boxing Championship 2005. He's marvelous, careful to be ground and also with the first runner coming. The crowd is ready for us to go find and the fight and I'll see you go for the strong. He's well out there.